ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവിനും തൃക്കുമാരനും സാക്ഷ്യം പറയാനായിട്ട് സമയവും സന്ദർഭവും ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ജാസ്മിൻ, ഹസ്ബൻഡ് മേജോ. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ ചർച്ച് എടവാങ്കാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 8/9/2022 ആദ്യമായിട്ട് ഇവിടെ വന്നത് ഉടമ്പടി എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലൊന്നും വന്നതല്ല. മാതാവിനൊന്ന് കാണണം, മക്കളെ ഒന്ന് കാണിക്കണം എന്നൊരു ഇതിലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഞാൻ ആദ്യമായിട്ടാണോ അവസാനമായിട്ടാണോ വരണതെന്ന് അറിയില്ല. ഉടമ്പടി എടുത്താൽ ചിലപ്പോൾ മാതാവിനെ കാണും എന്നുള്ളൊരാഗ്രഹത്തോടു കൂടി ഞാൻ ഉടമ്പടി എടുത്തതാണ്. ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, മാതാവ് എന്നെ ഈ ഉടമ്പടി എടുക്കാനായിട്ട് പൂർത്തീകരിക്കാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം എന്നായിരുന്നു പറഞ്ഞത്. ആദ്യമായിട്ട് ഉടമ്പടിയിൽ എടുത്തത് ഹസ്ബൻഡ് വിദേശത്താണ് ജോലി ചെയ്യണത്. അവിടെ കോവിഡ് ടെസ്റ്റ് വാക്സിൻ എടുത്ത് കഴിഞ്ഞപ്പോൾ ആദ്യം അമേരിക്കൻ കമ്പനിയുടെ എടുത്തു. പിന്നെ രണ്ടാമത്തെ ഡോസ് എടുത്തപ്പോൾ അത് ഇന്ത്യൻ കമ്പനിയുടെയും. രണ്ടിൻ്റെയും ഇതിൻ്റെ അനന്തരഫലമായിട്ട് മേല് കംപ്ലീറ്റ് ചൊറിച്ചിലൊക്കെ ആയി. അപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ ലീവിന് വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രി സമയത്തൊക്കെ ഞാൻ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ ഈ മാതാവിൻ്റെ ഉപ്പും തൈലമൊക്കെ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട്. അത് കണ്ടിന്യൂസ് ചെയ്തു പോന്നു. അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി സൗഖ്യം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി പ്രാർത്ഥനയിലും കൃപയിലൊക്കെ ഉയരാനായിട്ട് സാധിച്ചു ഹസ്ബൻഡിന്. അതുകൂടാതെ തന്നെ ഹസ്ബൻഡ് ലീവ് കഴിഞ്ഞ് വിദേശത്ത് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ടെൻഷനുള്ളതുകൊണ്ട് ഇത്തിരി പ്രഷറും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഹാർട്ട് ബീറ്റ് കുറയണ കാരണം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു, പേസ് മേക്കർ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ആകെ വിഷമമായപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, ഞാൻ ഇവിടെ ഹസ്ബൻഡിനെ കൂട്ടി വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം, ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് നാട്ടിൽ ലീവിന് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ജോസഫ് അച്ഛനെ കണ്ട് തൈലൊക്കെ പുരട്ടി സൈത്തൊക്കെ പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല, മരുന്ന് കൊണ്ട് മാറാവുന്നതുള്ളൂ, ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറഞ്ഞു. കൂടാതെ രണ്ടാമത് അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയാണ്. പിന്നെ രണ്ടാമത് എൻ്റെ മകൻ മൂത്ത മോൻ 10ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചിരുന്നു. മോന് പഠനത്തിൽ ഭയങ്കര വീക്കായിരുന്നു. അതുപോലെ തന്നെ മലയാളം ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു പഠിക്കാനായിട്ട്. അപ്പോൾ 1ാം ക്ലാസ് തുടങ്ങി ഏകദേശം 10ാം ക്ലാസ് ഓണപരീക്ഷ വരെ കുട്ടിക്ക് പരീക്ഷയ്ക്ക് മലയാളത്തിന് മാത്രം ഇത്തിരി ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ, കാശ് രൂപ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുക്കണേന്ന്. നീ SSLC പരീക്ഷ കഴിഞ്ഞിട്ട് ഞാൻ ഇനി അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുള്ളൂ, നീ അമ്മ പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. SSLC പരീക്ഷ കഴിഞ്ഞ് ഞാൻ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് നോക്കിയത് മലയാളത്തിൻ്റെ ആയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അവന് A+ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്ന് തൊട്ട് ക്രിസ്മസ് പരീക്ഷയും മോഡൽ പരീക്ഷയും അവൻ നല്ല മാർക്ക് അതോടുകൂടി മേടിച്ചു. അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയണമായിരുന്നു. പിന്നെ 10 വർഷമായിട്ട് എനിക്ക് ചെവിക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേടിയായതുകൊണ്ട് ഞാൻ പിന്നെയെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ 1ാമത്തെ പുതുക്കലിന് ശേഷം എനിക്കൊരു പനി വന്നു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, എന്തായാലും ചെയ്യാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് മാധ്യസ്ഥം പ്രാർത്ഥിച്ച് എനിക്ക് ധൈര്യം തരണേന്നായിരുന്നു. 2 ചെവിയുടെ ഓപ്പറേഷൻ 2 ചെവിയുടെ ചെയ്യേണ്ടി വന്നു. 2 ചെവിയുടെ ഓപ്പറേഷൻ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്ത് ഇപ്പം എനിക്ക് നല്ലോണം ചെവി കേൾവി കുറവുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് നല്ലോണം കേൾക്കാനൊക്കെ സാധിക്കുന്നുണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്തിൽ. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പത്രം വിതരണം ചെയ്യും, പിന്നെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് അനാഥാലയങ്ങളിൽ പോവാറുണ്ട്, സംഘടനകളിൽ നിന്നും പോവാറുണ്ട്. പിന്നെ ഞങ്ങൾ ഹസ്ബൻഡ് നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ പോവാറുണ്ട്, ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആയിട്ട് പോവാറുണ്ട്, അവർ സന്ദർശിക്കാറുണ്ട്.
പിന്നെ ആത്മീയമായിട്ടൊരു വളർച്ച എന്ന് പറയുന്നത് കുറച്ച് ശാന്ത സ്വഭാവം എനിക്ക് വന്നു. പിന്നെ ദൈവാനുഗ്രഹത്താൽ പുതിയ നിയമം എഴുതാനായിട്ട് കൃപ കിട്ടി. ഇത്രയും തന്ന മാതാവിന് ഇതിൽ കൂടുതൽ എനിക്ക് മാതാവ് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് ഓരോന്നോരോന്ന്. മാതാവിൻ്റെ സാമീപ്യം ഇപ്പോൾ എനിക്കിവിടെ കൗൺസിലിങ്ങിൽ ഇരുന്നപ്പോൾ അവിടെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു. സാക്ഷി എഴുതുന്നിടത്ത് ചെന്നപ്പോഴും അവിടെ മാതാവിൻ്റെ സാമീപ്യം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. മാതാവിൻ്റെ സംരക്ഷണം എനിക്ക് എപ്പോഴും ഉണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇനിയും ഉണ്ടാകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മാതാവിനും തൃക്കുമാരനും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. ഈശോയ്ക്കും മാതാവിനും തൃക്കുമാരനും നന്ദി. ദേവകുമാരനും മാതാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. വിദേശത്ത് ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞ് പറഞ്ഞാൽ അവിടെ ആരുമില്ല നോക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഇവളുടെ ഓപ്പറേഷനും കൂടിയും ചെവിയുടെ ഓപ്പറേഷൻ കൂടിയും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കമ്പനിയിൽ പറഞ്ഞു എനിക്ക് ഇങ്ങനെ നാട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തു ജോസഫ് അച്ഛനെ കണ്ടിട്ട് സൈത്ത് പോയി പ്രാർത്ഥിച്ചു. ജോസഫ് അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ ഡെലിവറി ഹോസ്പിറ്റലിലാണ് പോയി കണ്ടത്. ഡോക്ടറെ പോയി കണ്ടപ്പോൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതി, ഇത് മാറി കാണുമെന്ന് പറഞ്ഞു. ദൈവം ഇത്രയും ഓപ്പറേഷൻ കൂടാതെ എന്നെ കാത്തു പരിപാലിച്ചതിന് നന്ദി. ദൈവമാഹത്വത്തിന് ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ജാസ്മിൻ മേജോയുടെ മനോഹരമായ വളരെ തീക്ഷ്ണതയേറിയൊരു സാക്ഷ്യമാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. നാം ഏവരെയും പോലെ തന്നെ ജാസ്മിൻ തൻ്റെ സങ്കടകാലത്ത് വന്ന് ഇവിടെ ഉടമ്പടിയെടുത്ത ഒരു അനുഭവ സാക്ഷ്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തൻ്റെ ഹസ്ബൻഡിൻ്റെ വളരെ വേദനാജനകമായ ഒരു ഹാർട്ട് ഓപ്പറേഷൻ്റെ സ്ഥിതിയിലേക്ക് എത്തിയ അവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും തനിക്ക് ആ ഉടമ്പടിയിലൂടെ ഏറ്റവും ആദ്യമായി ലഭിച്ചത് ധൈര്യമായിരുന്നു. തനിക്കൊന്നിനും ധൈര്യമില്ല എന്ന് പരിശുദ്ധ അമ്മയോട് അടിയറ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ആദ്യമായി ജാസ്മിന് കൊടുത്ത അനുഗ്രഹം ധൈര്യമായിരുന്നു. ഉടമ്പടി എടുക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ലഭിക്കുന്ന ആദ്യത്തെ അനുഗ്രഹം അതാണ്. എന്തിനേയും കരുത്തോടെ ഫേസ് ചെയ്യാനുള്ള, നേരിടാനുള്ള, അതിജീവിക്കാനുള്ള ഒരു ശക്തിയാണ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്നും നമുക്ക് നേടിത്തരുന്നത്. പരിശുദ്ധ അമ്മ കുരിശിനടിയിൽ നിന്ന് എല്ലാം സഹിക്കുകയും ഈശോയുടെ ജനനത്തിന് മുൻപ് മുതൽ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അനുഭവിച്ച് അനുഗ്രഹം നേടിയ ഒരമ്മയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയിൽ നിന്ന് ആ ധൈര്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഉടമ്പടി എടുത്താൽ ആർക്കും പ്രശ്നങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. അതെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്ന അനുഭവങ്ങളാണ്. മേജോ പറയുന്നു, എനിക്ക് ഹൃദയത്തിൻ്റെ ആ ഒരു ഓപ്പറേഷൻ വേണമെന്ന് കേട്ടപ്പോൾ വളരെയധികം സങ്കടമായി, വളരെ അസ്വസ്ഥനായി. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ജാസ്മിൻ വളരെ ശക്തമായി പ്രാർത്ഥിച്ചു. ഈശോയിൽ നിന്ന് പരിശുദ്ധമ്മ അനുഗ്രഹം വാങ്ങി മേജോയ്ക്ക് കൊടുക്കുകയാണ്. ഒരു ഓപ്പറേഷനില്ലാതെ തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും തന്നെ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്തുകയും ചെയ്ത ഒരു മനോഹരമായ ഒരു ജീവിത സാക്ഷ്യമേവർ നമ്മുടെ മുൻപിൽ ഏറ്റുപറയുകയാണ്. അതുപോലെ തന്നെ തൻ്റെ മകൻ്റെ പഠനത്തെക്കുറിച്ച് മാതാപിതാക്കൾ വളരെ ദുഃഖിതരായിരുന്നു. ജാസ്മിന് പറയാനുള്ള മറ്റൊരു സാക്ഷ്യം ഇതാണ്. ഈശോ എന്നോട് തുറക്കപ്പെടട്ടെ എന്ന് പറയുന്ന ഒരു ചെവിയുടെ സൗഖ്യം അനുവദിച്ചിരിക്കുന്നു, ചെവിക്ക് സൗഖ്യം നൽകിയിരിക്കുന്നു. തനിക്ക് കേൾവിയുടെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പരിശുദ്ധ അമ്മയോട് പറയാനുള്ള ആ സ്വാതന്ത്ര്യം, അമ്മേ എനിക്ക് ചെവി കേൾക്കുന്നില്ല. ഉടനെ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അവൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് ഉറപ്പുള്ള അമ്മ ഈശോയെ ഏൽപ്പിക്കുകയാണ്. അവിടെ തനിക്ക് ചെവി തുറന്നപ്പോൾ ഉണ്ടായ പലതരം ഒരുപാട് തുറക്കപ്പെടലുകളാണ് തനിക്ക് അനുഭവവേദ്യമാവുന്നത്. തൻ്റെ ആത്മീയ ജീവിതത്തിലുള്ള തുറവി, തൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരോടുള്ള അവർ ക്ഷമിക്കാനും സ്നേഹിക്കാനും ഔചിത്യത്തോടെ സംസാരിക്കാനുമൊക്കെയുള്ള വലിയ ദൈവാനുഭവം ജാസ്മിനുണ്ടായി എന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തനിക്ക് വചനം വായിക്കാനുള്ള ഒരു തീക്ഷ്ണതയും ദാഹവും, താൻ വചനം വായിക്കുമ്പോഴും
പലയിടങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ആയിരിക്കുമ്പോഴുമെല്ലാം സുഗന്ധാഭിഷേകം നൽകുന്നു. സുഗന്ധാഭിഷേകം നൽകുന്നത്, ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് നമ്മോടുകൂടെ സഞ്ചരിക്കുന്ന ഒരമ്മയും ഈശോയുടെ ശക്തിയും നമ്മിൽ നിലനിൽക്കുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മിൽ അലിഞ്ഞു ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വളരെ അവർണ്ണനീയമായ ആ ശക്തി നമുക്ക് എപ്പോഴും സ്വീകരിക്കുകയും അനുഭവിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവൃത്തികളിലും എല്ലാം തിളങ്ങി നിൽക്കുന്നത് ഈശോയെ കൊടുക്കുന്ന ഒരനുഭവമാണ്. നമ്മുടെ ഉടമ്പടി നിബന്ധനകളിലെല്ലാം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം, കാരുണ്യ പ്രവൃത്തികൾ നാം ഏറ്റെടുത്ത് ചെയ്യണം. കാരുണ്യ പ്രവൃത്തികളെല്ലാം തന്നെ തിരുസഭ നിഷ്കർഷിച്ചിരിക്കുന്ന പുണ്യപ്രവൃത്തികളാണ്. നമ്മൾ ഈശോയെയാണ് അതിൽ കാണുന്നതും ഈശോയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതും. നീ ഒരുവനെ എൻ്റെ പേരിൽ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ്, എളിയവരിൽ ഒരുവനെ നീ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ പറയുന്നു. എളിയവരായവർക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈശോ കാണുന്നു. നമ്മുടെ പ്രതിഫലം ഒരു ഡിപ്പോസിറ്റായി നമ്മുടെ നിത്യതയിലേക്ക് അടുക്കുവാൻ വേണ്ടി നമുക്കായി അത് കരുതി വയ്ക്കുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയ ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.